എന്ന് പറയുന്നത് 4 കുഞ്ഞുങ്ങളെ ഒരുമിച്ച് പ്രസവിക്കുകയും അമ്മയങ്ങ് മരിച്ചുപോയി. അന്നൊന്നും മെഡിക്കൽ സയൻസ് ഇത്ര ഇൻവോൾവ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അമ്മ മരിച്ചുപോയി, രാത്രിയിലായി 4 കുഞ്ഞുങ്ങളും ആയി. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ആനന്ദ മോഹൻ ഘോഷിന് തോന്നി കുഞ്ഞിനെ നോക്കാൻ ആരുമില്ല. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, വേറെ ഒരു ഹേമാംഗിനി സെൻ എന്ന് പറഞ്ഞു, ഭഗവാന്റെ തന്നെ ഭക്തൻ ഭക്തയായിട്ടുള്ള ഒരാളുടെ ഒരു സിസ്റ്റർ ഹേമാംഗിനി സെൻ എന്ന് പറഞ്ഞ കുട്ടിയെ കല്യാണം കഴിച്ചു. ആ കുട്ടി ഇവരെ എല്ലാവരെയും വളരെ വേണ്ടതുപോലെ നോക്കി, രാഖേലിനെയൊക്കെ വളരെ സ്നേഹത്തോടു കൂടി നോക്കി. അങ്ങനെ കാര്യങ്ങൾ മുമ്പോട്ട് പോയി. രാഖേലിപ്പോൾ കുറേശ്ശെ പഠിച്ച് വളർന്നു വന്നു. 12-ാം വയസ്സായപ്പോൾ രാഖേലിൻ്റെ അച്ഛൻ വലിയ സ്നേഹവും ഒരാൺകുഞ്ഞല്ലേ, അപ്പോൾ അവരെ ഏറ്റവും നല്ല നിലയിൽ പഠിപ്പിക്കണം. എന്നിട്ട് അവിടുന്ന് കൽക്കട്ടയെ കൊണ്ടുപോയി അദ്ദേഹത്തിന് ഒരു നല്ല സ്കൂളിൽ ചേർന്നു. മിടുക്കനായിട്ട് പഠിക്കും, എല്ലാ സ്കൂളിലെ കാര്യങ്ങൾക്കൊക്കെ തൽപരനാണ്. അങ്ങനെ അവിടെ നിന്നപ്പോഴാണ് നരേന്ദ്രനാഥ് ദത്ത. ആരാണ് നരേന്ദ്രനാഥ് ദത്ത? സാക്ഷാൽ വിവേകാനന്ദ സ്വാമിയാണ്. നരേന്ദ്രനാഥ് ദത്തയും അവർ ഒരു ജിംനേഷ്യത്തിൽ പോകാൻ ബോഡി ബിൽഡിങ്ങിലൊക്കെ വലിയ താല്പര്യമാണ്. അപ്പോൾ അവിടെ പോയിരുന്നു നരേന്ദ്രനാഥ് ദത്തയാണ്. അവരെപ്പോഴ് അവിടെ വെച്ച് ഇവർ തമ്മിൽ പരിചയമായി, ഈ സ്പിരിച്വൽ കാര്യങ്ങളൊക്കെ സംസാരിക്കും. അപ്പോൾ അവർ തമ്മിൽ അങ്ങേയറ്റം കൂട്ടുകാരായി. അങ്ങനെ കൂട്ടുകാരായി കഴിഞ്ഞ് ഭഗവാനെ പറ്റിയൊക്കെ സംസാരിച്ചു. പിന്നെ നരേന്ദ്രനൊരു ഇതുണ്ട്, ഹിന്ദു ദൈവങ്ങളിലൊന്നും ഒരു വിശ്വാസവും നരേന്ദ്രൻ. അതേസമയം നരേന്ദ്രന് സങ്കല്പങ്ങളോട് വളരെ വിശ്വാസം. അതായത് വെറുതെ ഇങ്ങനെ ഈശ്വര വിശ്വാസം അതിലല്ല കാര്യം. പാവങ്ങളെ ഉദ്ധരിക്കുക, പാവങ്ങൾക്ക് വേണ്ട സഹായം ചെയ്യുക, കഷ്ടപ്പെടുന്നവർക്ക് സഹായം ചെയ്യുക, അതിലൊക്കെയായിരുന്നു നരേന്ദ്രന് കൂടുതൽ താല്പര്യം. അപ്പം തന്നെ വയസ്സ് എത്ര ഉണ്ട്? 12 വയസ്സോളം. നമ്മുടെ രാഖേലിനാണെങ്കിൽ രാഖേൽ കുറച്ചും കൂടെ ഈശ്വര വിശ്വാസം, ഭഗവാനെ തൊഴുക, അങ്ങനത്തെ ഇതിലൊക്കെ ആയിരുന്നു. അപ്പം ചുരുക്കി പറഞ്ഞാൽ സകാരനായിട്ടുള്ള ദൈവത്തിലാണ് രാഖേൽ വിശ്വസിക്കുന്നത്. അതായത് ആകാരം ഉള്ള ദൈവത്തിനെയാണ് രാഖേൽ. അതേസമയം നിരാകാര ദൈവത്തെയാണ് വിവേകാനന്ദ സ്വാമി പറയുന്നത്. അദ്ദേഹത്തിന് ആ രൂപത്തിലല്ല അദ്ദേഹത്തിൻ്റെ താല്പര്യം, ആ പ്രവൃത്തിയിലാണ് അദ്ദേഹം. ആ ഒരു ഡിഫറൻസ് അവർ തമ്മിലുണ്ടായത്. അപ്പോൾ അങ്ങനെ മുമ്പോട്ട് പോയി. വിവേകാനന്ദ സ്വാമി ബ്രഹ്മസമാജത്തിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ വിവേകാനന്ദ സ്വാമി രാഖേലിനോട് ഇതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. ഇതാണ് ബ്രഹ്മസമാജത്തിൽ വിളിച്ചുകൊണ്ട് പോയി അപ്പോൾ മെമ്പറാക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് രാഖേലിന് ഭഗവാനുമായിട്ടുള്ള കോണ്ടാക്ട് വരുന്നത്. ഭഗവാനുമായിട്ട് കോണ്ടാക്ട് വരുന്നതും ഈ ഹേമാംഗിനി സെന്നിൻ്റെ ഒരു ബ്രദറാണ്. അദ്ദേഹം മുഖേനയാണ് കോണ്ടാക്ട് വരുന്നത്. ഇനി ഭഗവാനുമായിട്ടുള്ള കോണ്ടാക്ട് വന്ന് പതുക്കെ ഭഗവാന്റെ കാര്യങ്ങളിൽ അട്രാക്റ്റഡ് ആകാൻ തുടങ്ങി. ആര്? രാഖേൽ. നരേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ്. അങ്ങനെ വന്നു തുടങ്ങി. അച്ഛനിത് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടി പതുക്കെ ഇങ്ങനെ പോകുന്നു. പഠിത്തത്തിൽ കുറേശ്ശെ ഇത് നിഗ്ലക്ട് ചെയ്യാൻ തുടങ്ങും. അച്ഛന് വിഷമം തോന്നി. അച്ഛനും ഭഗവാന്റെ ഭക്തനാണ്. എങ്കിലും സാരമില്ല, എല്ലാം ഭഗവാൻ വേണ്ട ഇതിന് തന്നെ ശരിയാവുള്ളൂ എന്നുള്ള ഇതിൽ പോയി അച്ഛൻ ആലോചിച്ച് കല്യാണം കഴിപ്പിച്ചാൽ ഇതിൻ്റെ അത്യാവശ്യം കുറച്ചുകൂടെ മാറുമല്ലോ എന്ന് വിചാരിച്ച് വിശ്വേശ്വരി മിത്ര എന്ന് പറഞ്ഞ ഒരു കുട്ടിയെ കൊണ്ട് അദ്ദേഹം ഇവനെ കല്യാണം കഴിപ്പിച്ചു കഴിഞ്ഞപ്പം രാഖേലിനാണെങ്കിൽ യാതൊരു താല്പര്യവുമില്ല കല്യാണത്തിന്. വന്നിരിക്കുന്നു. പിന്നെ അച്ഛൻ പറഞ്ഞതിനെ അന്ന് നമ്മൾ പല സ്വാമിമാരുടെ കഥയും കേട്ടിട്ടുണ്ട്. പേരൻസ് പറയുന്നത് അനുസരിക്കുക എന്നുള്ളതാണ്. അവരെന്നും വിചാരിച്ച അതിൽ യാതൊരു ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഒന്നുമില്ല. അങ്ങനെ വലിയ ഇതൊന്നുമില്ലാതെ കഴിഞ്ഞു. രാമകൃഷ്ണദേവനെ കൂടുതൽ സമയം രാഖേൽ വന്ന് വിസിറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പം ഒരു തവണ രാഖേലിനെ കണ്ടപ്പോൾ തന്നെ രാമകൃഷ്ണദേവൻ കുറച്ചു നേരം നോക്കി നിന്ന് കഴിഞ്ഞ് അദ്ദേഹം ആലോചിച്ചു, അന്ന് ഞാൻ ആ താമരയുടെ പുറത്ത് 2 കുട്ടികളെ കണ്ടിരുന്നു. അതിൽ ഒരു കുട്ടിയുടെ ഛായ ഇത് തന്നെയാണ്. ഇവൻ ആ കുട്ടി തന്നെയാണ്. ശ്രീകൃഷ്ണൻ്റെ കൂടെ അന്ന് കളിച്ച് നടന്ന ആ ബാലനാണിവൻ, ആ ഇടയ ബാലനാണിവൻ. അപ്പം ഇവൻ ശ്രീകൃഷ്ണൻ്റെ അവതാരം തന്നെയാണ്, ശ്രീകൃഷ്ണൻ്റെ ഒരു അടുത്ത ആളാണെന്നുള്ളത് ഭഗവാൻ മനസ്സിലാക്കി. അങ്ങനെ മനസ്സിലാക്കി. അപ്പോൾ ആ സന്തോഷം ഭഗവാൻ സഹിക്കവയ്യാത്ത സന്തോഷമായി, അങ്ങനെ ഒരു കുഞ്ഞിനെ എനിക്ക് കിട്ടിയല്ലോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ അങ്ങനെ ഒരു കുഞ്ഞിനെ കിട്ടിയല്ലോ എന്ന് അദ്ദേഹം വളരെയധികം സന്തോഷിച്ചു.